ഹായ് നമസ്കാരം, അഭിലാഷേട്ടയാണ്. അപ്പോൾ ഒരു സന്തോഷമായൊരു കാര്യം പറയാൻ വേണ്ടി വരികയാണ്. പണ്ടൊക്കെ ഞാൻ കണ്ടപ്പോൾ ചക്കപ്പോത്തിനെ പോലെ ഇരുന്ന ആളാണ് നിഷ ഇടുക്കി. പക്ഷേ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോകും, കാരണം അതുപോലത്തെ സൗന്ദര്യമാണ്. ഇത് എന്താണ് രഹസ്യം മാഡം? എന്നാലും അല്ല, ഇത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് നിഷ ഇടുക്കിയുടെ ഫാൻസ് ഇതിലൂടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തപ്പം പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് ആദ്യമേ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല, ചേച്ചി തന്നെയാണെന്ന് ഡൗട്ട് തോന്നി, പിന്നെ ഈ ചേട്ടായിനെ കൂടെ കണ്ടപ്പോഴാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് രഹസ്യം? എന്താണ് ഫുഡ് എന്തെങ്കിലും ക്രമീകരണം? ഫുഡ് കുറച്ചൊക്കെ ക്രമീകരണം ഉണ്ട്. ആ ശരി ശരി. പട്ടിണി കിടക്കുമെന്നല്ലോ? ചെറിയ രീതിയിൽ പട്ടിണി. ആ ശരി ശരി ശരി. അപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ? അതെനിക്ക് അല്ലല്ല, ഒരു കാര്യം പറയട്ടെ. പട്ടിണി കിടന്ന് കഴിഞ്ഞാൽ സൗന്ദര്യം കൂടുമെങ്കിലുള്ള ഞാനും പട്ടിണി കിടക്കാൻ പോവാ. ഞാൻ കുറച്ച് കായികപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് അത് ഫുഡ് ഒരുപാട് നിയന്ത്രിക്കേണ്ടി വന്നു. അപ്പൊ അതിൽ നിന്നുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല കാര്യം തന്നെ. പിന്നെ ഒരു സിനിമയായിട്ട് ഞാനൊന്ന് ഇത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയില്. അത് ശരി ശരി. അതിനും എന്തായാലും നല്ലത് വരട്ടെ. കാരണം എന്ന് വെച്ചാൽ മലയാള സിനിമയിലെ പണ്ടത്തെ സുചിത്ര, മാധു, പിന്നെ നമ്മുടെ ചിപ്പി, ഉർവശി ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങൾ വന്ന്, അതുപോലെ തന്നെ നിഷ ഇടുക്കി മലയാളത്തിന്റെ ഒരു അഭിമാനമായി മാറട്ടെ. ചെറിയ വേഷങ്ങളിലൂടെയാണല്ലോ വലിയ വേഷങ്ങളിലേക്ക് പോണത് അല്ലേ? ചെറിയ റോളിലൂടെ വലിയ വേഷങ്ങളിലേക്ക് പോട്ടെ നിഷ. നമ്മൾ ശ്രമിക്കുക. തളർത്താൻ ഒരുപാട് പേരുണ്ടാവില്ലേ അല്ലേ? തളർത്തുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. മുന്നോട്ട് പോവുക. കാരണം എന്ന് വെച്ചാൽ പൊരുതി നേടി വിജയമാണ് നിഷയ്ക്ക് അല്ലേ? താങ്ക് യു.